എന്റെ കുഞ്ഞു മക്കൾ ഉണ്ണീശോയുടെ തിരുപ്പിറവിക്കായി ഒരുങ്ങുന്നുണ്ടല്ലോ അല്ലേ? ആ ടീച്ചർ. ടീച്ചർ, ഉണ്ണീശോ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ വരിക ഒന്ന് പറയാമോ? പറഞ്ഞു തരാമോ ടീച്ചർ? പറഞ്ഞു തരാം. ഒരു കൊച്ചു സംഭവം പറഞ്ഞു തരാം. ആ ക്രിസ്മസ് രാവിൽ നേരത്തെ തന്നെ മഞ്ഞ് വീഴാൻ തുടങ്ങി. ജോണിന്റെ കുടുംബം ക്രിസ്മസ് ആഘോഷത്തിന്റെ ആവേശത്തിലായിരുന്നു. മേൽക്കൂരയിൽ നിന്നും മിന്നുന്ന നക്ഷത്ര വിളക്കുകൾ, ഉള്ളിൽ നിന്നും കരോൾ ഗാനത്തിനൊത്ത് ആനന്ദിച്ചുല്ലസിക്കുകയായിരുന്നു ജോണും കുടുംബവും ബന്ധുക്കളും. പെട്ടെന്ന് 3 അപരിചിതർ അവിടേക്ക് കയറി വന്നു. ഒരു പുരുഷനും സ്ത്രീയും ഒരു കുഞ്ഞുവാവയും. ഭിക്ഷാടകരെ പോലെ തോന്നിക്കുന്ന അവരെ കണ്ട് ജോണും കുഞ്ഞു ബെന്നും പുറത്തേക്ക് വന്നു. അവർ വന്നത് ജോണിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപരിചിതൻ പറഞ്ഞു, സാറേ, 2 ദിവസമായി ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട്. കഴിക്കാൻ എന്തെങ്കിലും തരുമോ? ഇന്നത്തേക്ക് അന്തി ഉറങ്ങാൻ ഒരിടവും. ഇത് കേട്ട് ജോണിന് ദേഷ്യം വന്നു. അവൻ പറഞ്ഞു, ഓ, ഇവിടെ ഒന്നുമില്ല. വരിഞ്ഞു കയറി വന്നിരിക്കുന്നു. വല്ല സ്ഥാപനത്തിലും പോയി ചോദിക്ക്. ഭക്ഷണവും കിട്ടും, അഭയവും കിട്ടും. പോ പോ ഇവിടുന്ന്. അവൻ അവരെ ആട്ടിവിട്ടു. ആ അപരിചിതൻ ഭാര്യയുടെ തോളിൽ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. കുഞ്ഞു ബെന്നിന് ഉള്ളിൽ അനുകമ്പയും ആർദ്രതയും നിറഞ്ഞു. അവൻ ഉള്ളിൽ പോയി ഒരു പൊതിയും ടർക്കിയുമായി വന്നു. ബെൻ അവരെ വിളിച്ചു, അങ്കിൾ, ആൻറ്റി, ഇതാ. അവർ അത് വാങ്ങി. ഈ ടർക്കി കൊണ്ട് കുഞ്ഞാവയെ പൊതിഞ്ഞു പിടിച്ചോ. അപരിചിതർ പറഞ്ഞു, നന്ദി നന്ദി മോനെ. അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു. ബെൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. അവൻ ആനന്ദത്തോടെ തൃപ്തിയോടെ വീണ്ടും തിരിഞ്ഞു നോക്കി. പ്രഭാപൂരിതരായി നിൽക്കുന്നു ആ അപരിചിതർ. ഈശോയും മാതാവും യൗസേപിതാവുമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അത്ഭുതത്തോടെ ആനന്ദത്തോടെ അവൻ ഓടി പപ്പയെ കൂട്ടി വന്നു. എന്നാൽ അവർ അപ്രത്യക്ഷരായി. മക്കളെ, നമ്മുടെ ഹൃദയം സ്നേഹവും ആർദ്രതയും ഉള്ളതായിരിക്കണം. സന്മനസ്സുള്ളവർക്കാണ് ഉണ്ണീശോയുടെ പിറവിയുടെ സമാധാനവും സന്തോഷവും ലഭിക്കുക. Yes.